നമ്മുടെ നാഷണൽ അവാർഡ് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇങ്ങനെ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് അഭിപ്രായമൊക്കെ? ശരിക്കും അത് അറിയിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. ബ്രഹ്മയുഗം നല്ല പെർഫോമൻസാണ്. ഓസ്കറിനുള്ള പോയതാണ്. ബ്രഹ്മയുഗം മാത്രമല്ല, പിന്നെ റൊസാക്ക്, നൻപകൾ, ഇപ്പം എല്ലാം വേൾഡ് ക്ലാസ് മൂവീസാണ് മമ്മൂക്ക ചെയ്യുന്നത്. കുഴപ്പം പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയം കയറി വരും. മമ്മൂക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ്, സെൻട്രലിൽ BJP ആണ്. അങ്ങനെ ഒരു അവാർഡ് മമ്മൂട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പ്രശ്നം കഴിഞ്ഞ 10 ദിവസം കിട്ടാൻ കാരണം ഇവിടെ BJPക്ക് ഒരു ഹോൾഡ് കിട്ടാൻ വേണ്ടിയാണ് VS എന്നും മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തത് 10 ദിവസം. ആ പ്രശ്നമുണ്ട്. പക്ഷേ ഈ അവാർഡിലൊന്നും ജെന്യുവനല്ല. ശരിക്കും പറഞ്ഞാൽ കിട്ടിയ 4ാമത്തെ നാഷണൽ അവാർഡാണ്. ഇത് ശരിക്കും മമ്മൂട്ടി അർഹിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇത്രയും സ്റ്റാർഡുള്ള സമയത്ത് സ്റ്റാർഡുള്ള പേര് ഇത്രയും നല്ല റൂൾസ് ചെയ്യാവുന്ന ലാലേട്ടൻ പോലും ചെയ്യുന്നില്ല, മമ്മൂക്കിയാണ് ചെയ്യുന്നത്. ശരിക്കും അർഹിക്കുന്നുണ്ട് മമ്മൂട്ടി. പക്ഷേ ആ ജൂറിയിൽ ആരൊക്കെ ഉണ്ടാവും അതനുസരിച്ചായിരിക്കും ഒരുപാട് അവാർഡ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ ലോബിയിലെ കാരണം ഒരുപാട് പേർക്ക് നാഷണൽ അവാർഡ് മിസ്സായിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ വന്നാലും ഏറ്റവും അർഹിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്, കൊടുക്കേണ്ടതാണ്. പക്ഷേ രാഷ്ട്രീയപരമായിട്ടൊരു കളിയിൽ നടക്കുന്നറിയില്ല. ബ്രഹ്മയുഗിലെ ക്ലാസിക് പെർഫോമൻസാണ്. ബ്രഹ്മയുഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കൊരു പേടിയുണ്ടല്ലേ? ബ്രഹ്മയുഗം, വിധേയനുള്ള പോലെ ഏറ്റവും കൂടുതൽ ആർട്ട് മൂവീസ് കിട്ടുന്ന മമ്മൂട്ടിയാണ് ലാലേട്ടനെ കാട്ടും. വേൾഡ് ലെവലെത്തി. മമ്മൂക്ക് സിനിമയോട് ആക്ടിങ്ങിനോട് ഭയങ്കര പാഷനാണ്. അത് രേവതിയിൽ പറയേണ്ടതാണ്. മമ്മൂക്കിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് മൂവീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വരുന്നുണ്ട് അടൂബാസിൻ്റെ പദയാത്ര, കളങ്കാവുള്ള പടയായിരുന്നു. ഭയങ്കര ക്ലാസിക് മൂവീസ് പുള്ളി ചെയ്യുന്നത്. പുള്ളി 100 കോടിയൊന്നും ബോധറല്ല. കലയാണ് സ്നേഹിക്കുന്നത്, ആ സിനിമയെ സ്നേഹിക്കുന്നത്, അഭിനയത്തെ സ്നേഹിക്കുന്നത്. എന്നാൽ ലാലേട്ടൻ പഠിക്കേണ്ട കാര്യമാണ്. എന്തായാലും മമ്മൂട്ടി നാഷണൽ അർഹിക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പം പറഞ്ഞാൽ രാഷ്ട്രീയ കളി വരാൻ സാധ്യതയുണ്ട്. പിന്നെ ജൂറിയിൽ നോർത്ത് ഇന്ത്യൻ ആൾക്കാരുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ ലോബി കൊണ്ടുപോകും. അങ്ങനെ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സിന് മോഹൻലാലിനും മമ്മൂട്ടിക്ക് ഒരുപാട് അവാർഡ് മിസ്സായിരുന്നു. മമ്മൂട്ടിക്ക് അവാർഡ് 22 നാഷണൽ അവാർഡ് മിസ്സായെന്ന് പറയുന്നത്. എന്തായാലും അർഹിക്കുന്നുണ്ട്. എങ്ങനെ വരുമെന്ന് അറിയില്ല. അർഹിക്കുന്നുണ്ട്. പക്ഷേ കിട്ടുമെന്നറിയില്ല. അങ്ങനെ കുറേ കളികളുണ്ട് അവിടെ.